ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. മിക്കവാറും നമ്മൾ ചപ്പാത്തി കഴിക്കുന്നവരാണല്ലേ. അപ്പോൾ ചപ്പാത്തി എന്നും കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് തോല് മാറ്റിയെടുക്കുക. ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഉടച്ചെടുക്കുക. പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് കൊണ്ട് ഉടയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോ കുക്കർ പോലെ ഇരിക്കും, ചിലതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഉരുളക്കിഴങ്ങിൻ്റെ തരികൾ ചെറുതായിട്ട് ഉടയാതെ കിടപ്പുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. പകുതിയായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. വേറെ വെള്ളമോ ഒന്നും ചേർക്കരുത്. ഇത് പകുതി ആ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നിർത്തി അരച്ചെടുക്കാം. അപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ കുറച്ചിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും അരച്ചെടുക്കുക. അപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. മൊത്തത്തിൽ ഏകദേശം 600 ഗ്രാം മാവാണ് ചേർത്തത്. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കയ്യിലുള്ള ഓരോ ഗോതമ്പ് മാവിനും ഓരോ പോലെ ആയിരിക്കും വെള്ളമൊക്കെ പിടിച്ചെടുക്കുന്നത്. ചിലപ്പോൾ മാവ് കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് മതിയാവും. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യമേ അങ്ങ് മാവ് ചേർത്താൽ ചിലപ്പം കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പം എല്ലാ മാവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോയതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാവ് പിന്നെയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് വരണം. ഞാനിപ്പോൾ ഇതാ 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയൊന്നും വയ്ക്കണ്ട, ഇപ്പം തന്നെ പരത്തി ചുട്ടെടുക്കുക. ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് 8 ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള ചപ്പാത്തി ആയിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് വിതറി കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ നല്ല നൈസായിട്ടല്ല പരത്തിയിരിക്കുന്നത്, കുറച്ച് കട്ടിയോട് കൂടിയാണ് പരത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ നാനൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ഒരു കട്ടിയില്ലേ, അതേ രീതിയിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. പാൻ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് വെച്ച് കൊടുക്കാം. മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന വരെ വേവിക്കണം. ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. താഴ്ഭാഗവും ബ്രൗൺ നിറമായി വരണം. ഇതുപോലെ തവി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊങ്ങി വരും. അപ്പം ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ബട്ടർ തേക്കുമ്പോൾ ഒരു പ്രത്യേക മണവും സ്മെല്ലൊക്കെ ആണ് കേട്ടോ. അപ്പം ബട്ടർ ഇല്ലെങ്കിൽ എണ്ണ തടവി കൊടുത്താലും മതി. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗത്തും ബട്ടർ അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കണേ. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുക. അപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് സാധാരണ ചപ്പാത്തിയേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്ത് സോഫ്റ്റ് ആണെന്ന്.
ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. സാധാരണ ചപ്പാത്തിക്കുള്ള എല്ലാ കറിയും ഇതിനും കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.